മാങ്ങയുള്ള മാവിലെ എറിയൂ എന്ന് പറയുന്ന പോലെ ആണ് മമ്മൂട്ടിയെക്കുറിച്ച്. മമ്മൂട്ടിയെ പറഞ്ഞാൽ അത് ആ സെൻസിലെടുക്കാതെ മമ്മൂട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ലോകയുടെ സംവിധായകൻ അരുൺ ഡൊമിനിക് ദുൽഖറിനെ വീട്ടിൽ കാണാൻ ചെന്നപ്പോൾ ഉണ്ടായ ചില സംഭവങ്ങളാണ് കൊട്ടിഘോഷിക്കപ്പെടുന്നത്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സിനിമയിൽ പുതിയ ചെറുപ്പക്കാർ വരുന്നു, പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നു. പഴയ മിത്തുകൾ തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ യോജിച്ച രീതിയിൽ സിനിമ ആക്കി മാറ്റുന്നു. ആ സിനിമകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. ചെറുപ്പമൊന്നോ വലുപ്പമൊന്നോ പ്രായമായുള്ളവരൊന്നും ഇല്ലാതെ കുടുംബ പ്രേക്ഷകർ പോലും അത്തരം സിനിമകളെ ഏറ്റുപിടിക്കുന്നു. പുതിയ നായകന്മാർ വരുന്നു, പ്രതീക്ഷിക്കാത്ത രീതിയിൽ നായകന്മാർ പ്രശസ്തരാകുന്നു. അങ്ങനെ ഒരു സിനിമയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലോക ചാപ്റ്റർ 1. അതിപ്പോൾ ഹൗസ്ഫുള്ളായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അസൂയ തോന്നും, ഇങ്ങനെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. പല സംവിധായകരും ചെറുപ്പക്കാരും ആലോചിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചന്ദ്രയായിട്ട് അഭിനയിച്ച പ്രിയദർശൻ്റെയും ലിസിയുടെയും മകള് കല്യാണി അഭിനയം കണ്ട് പല നടികളും, മുതിർന്ന നടികൾ പോലും പറയുന്നുണ്ട്, ഈ കുട്ടി ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കുമോ എന്നൊക്കെ. എങ്ങനെ അഭിനയിക്കാതിരിക്കും, ബ്ലഡ് അതല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരം നടക്കുന്നതിനിടയിലേക്കാണ് മമ്മൂട്ടിയെക്കുറിച്ചുള്ള ട്രോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ട്രോളുകൾ എന്ന് വെച്ചാൽ മമ്മൂട്ടിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ്. മമ്മൂട്ടിയെ അറിയാവുന്ന എന്നെ പോലുള്ളവർക്ക് മമ്മൂട്ടി അങ്ങനെ പറയാൻ സാധ്യത കുറവാണ്. എങ്ങനെ എന്ന് നിങ്ങൾ ചോദിക്കും. ആ എങ്ങനെ എന്നുള്ളതിലേക്ക് നമുക്ക് വരുന്നതിന് മുൻപ് മമ്മൂട്ടിക്ക് ചില കാര്യങ്ങളിൽ ദേഷ്യം വരാറുണ്ട്. ആ ദേഷ്യം വരുന്നത് എന്താ, ഒരു വല്യേട്ടൻ എന്ന രീതിയിലാണ് അങ്ങനെ തുടങ്ങുക. അങ്ങനെ ഒരു വല്യേട്ടൻ നമ്മൾക്ക് അനുജന്മാരും ആ രീതിയിലാണ് പെരുമാറാറ്. ഇപ്പം ഇവിടെ ഉണ്ടായ സംഭവം എന്താ, ദുൽഖറിനെ കാണാൻ വീട്ടിലേക്ക് ചെന്നത്. കാരണം മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ താമസ സ്ഥലത്തേക്ക് അങ്ങനെ എല്ലാവർക്കും പ്രവേശനം കിട്ടുകയില്ല. സത്യം പറയാലോ, എനിക്ക് ഇതുവരെ പ്രവേശനം കിട്ടിയിട്ടില്ല. അത് ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പ്രവേശനം കൊടുക്കാറില്ല. അപ്പോൾ ഇതിലത്തെ അരുൺ ഡൊമിനിക് എന്നൊരു ചെറുപ്പക്കാരൻ അവർ പുതിയ കഥയുമായിട്ടാണ് കഥ പറയാൻ ചെന്നത്. ആ കഥ പറയാൻ ചെന്നൊരു കുറച്ചുകൂടി ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇപ്പം നിങ്ങൾ ചോദിക്കും, ലോകം കാണുമ്പോൾ ചോദിക്കും, ആരാണ് ഈ ചെറുപ്പക്കാരൻ, പുതിയ ആളാണോ? പുതിയ ആളൊന്നുമല്ല. ഒരു 5-8 വർഷം മുമ്പ് തരംഗം എന്നുള്ളൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ആ തരംഗം എന്ന സിനിമ ചെയ്തപ്പോൾ അതിൽ നായികയായിരുന്നു ഒരു ശാന്തി ബാലചന്ദ്രൻ. ആ ശാന്തി ബാലചന്ദ്രനും അവിടേക്കാണ് പടം ചെയ്തത്. ആ കുട്ടി അവർ നന്നായിട്ട് എഴുതാറുണ്ട്, എഴുത്തിൽ സഹായിക്കാറുണ്ട്. ഇപ്പോഴും ഈ ലോകയിലും സംവിധായകനെ എഴുത്തിൽ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ വേണ്ടത്ര ഓടാതെ വന്നപ്പോൾ, പടം മോശമായിട്ടല്ല, ഓടാതെ വന്നപ്പോൾ സാധാരണ നമുക്കറിയാലോ ഓടിയ പടത്തിൻ്റെ ആളാണോ എന്ന് നോക്കാറുണ്ട്. ഈ കച്ചവടം പൊളിഞ്ഞാൽ പിന്നെ വേണ്ടല്ലോ. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് കുറേ പടങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നും. ഇങ്ങനെ നല്ലൊരു കഥ കിട്ടിയപ്പോൾ, ഈ കഥ എന്ന് പറഞ്ഞാൽ വെറും ഒരു കഥയല്ല, അതൊരു പരമ്പരയാണ്. ചാപ്റ്റർ 1, 2, 3, 4 അങ്ങനെ 10 വരെ എത്ര വേണേൽ പോകാം. അതിൻ്റെ സക്സസ് അനുസരിച്ച് എത്ര വേണേൽ പോകാം. അങ്ങനെ കിട്ടിയപ്പോൾ ഇത് പലരെയും സമീപിച്ചു. അപ്പോൾ അവർ കഥയ്ക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ അതിനൊരു മിനിമം 10-30 കോടി രൂപയെങ്കിലും വരുമെന്ന് പറഞ്ഞപ്പോൾ അത്രയും പണം മുടക്കാൻ, അതായത് ഇങ്ങനെ ഒരു സംവിധായകന് അത്രയും ഒരു പണം മുടക്കി ഭാഗ്യം പരീക്ഷിക്കാൻ ആരും തയ്യാറായിട്ടില്ല. കുറേ പേരെ കണ്ട് അലഞ്ഞു. അങ്ങനെ അലഞ്ഞിട്ടാണ് ഈ ദുൽഖറിൻ്റെ രൂപം ഇങ്ങനെ മനസ്സിൽ വന്നത്. എന്തുകൊണ്ട് ദുൽഖറിനെ സമീപിച്ചുകൂടാ? ദുൽഖർ ഇപ്പോൾ ഒരു നല്ല നിർമ്മാതാവാണ്, പുതിയ സിനിമകൾ ചെയ്യുന്ന ആളാണ്. ഇത്രയും പണം ഒരുമിച്ച് മുടക്കണമെങ്കിലും ദുൽഖറിനെ പോലുള്ള ആൾക്കാരൊക്കെ അവരുടെ കമ്പനിക്ക് പറ്റുള്ളൂ. വെറുതെ ഒരു വാക്ക്, നമ്മളിൽ പലരും ലോട്ടറി എടുക്കുന്നുണ്ട്, എല്ലാവർക്കും ലോട്ടറി അടിക്കണമെന്നില്ലല്ലോ. ബമ്പർ ഒരാൾക്കല്ലേ അടിക്കുള്ളൂ എന്ന പോലെ പോയാലൊരു വാക്ക്. അങ്ങനെ ദുൽഖറിനെ വിളിക്കുന്നു, ഇന്ന ആളാണ്, എൻ്റെ ഒരു നല്ല കഥയുണ്ട്, കേൾക്കാൻ സമയം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ദുൽഖർ ഒരു സമയം പറഞ്ഞു, ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ അരുൺ ഇദ്ദേഹത്തിനെ കാണാൻ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നിരുന്ന് ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഈ കഥകൾ അപ്പോൾ ഇയാൾക്ക് സംശയം ഉണ്ടായിരുന്നു, നമ്മളെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണോ അതോ അവസാനം വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? കുറച്ച് ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഒരു സൂപ്പർ സ്റ്റാർ പോലുള്ള ആൾക്കാരുള്ളത്, മമ്മൂട്ടിയുടെ മകനാണ്, മമ്മൂട്ടി എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ലോകത്ത് നമ്മളിങ്ങനെ കഥ കേൾക്കുമോ? കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആങ്സൈറ്റിയോടെയാണ് ദുൽഖർ ആ കഥ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഉച്ച സമയമായി, ഊടിൻ്റെ സമയം കഴിഞ്ഞു.
ഈ ദുൽഖറും മമ്മൂട്ടിയും നമ്മുടെ ഫാമിലിയൊക്കെ വല്ലപ്പോഴാണ് ഒരുമിച്ച് കൂടാറ്. കാരണം സിനിമയാണ്, സിനിമയുടെ തിരക്കിൽ അങ്ങനെ വല്ലപ്പോഴും ഒരുമിച്ച് കൂടാറില്ല. അപ്പോൾ മമ്മൂട്ടിയാണെങ്കിൽ കുടുംബസ്ഥനാണ്. കുടുംബം എന്ന് വെച്ചാൽ ഭാര്യ മക്കളോടൊക്കെ വളരെ സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആളാണ്. ഒരുമിച്ച് ജീവിക്കണം അങ്ങനെയൊക്കെയുള്ള എപ്പോഴും ആഗ്രഹിച്ച് നടക്കുന്ന ഒരു നടൻ തന്നെയാണത്. നടനെന്ന് പറഞ്ഞാൽ പച്ച മനുഷ്യൻ, നമുക്ക് അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് മമ്മൂട്ടി അടുത്ത മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്, കഥ പറയുന്നുണ്ട്. അപ്പോൾ കഥയുടെ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ പറഞ്ഞു, അരുൺ പറഞ്ഞു, ഇത് ഇവിടെ ഇൻ്റർവ്യൂവിൽ എന്ന് പറയണം. ഇൻ്റർവ്യൂവിൽ എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടി വിളിച്ചു ചോദിച്ചു, അല്ല ഊണ് കഴിക്കണ്ടേ, ഊണ് കഴിക്കാറായില്ലേ? അതേ, ഇപ്പോൾ ദുൽഖർ വല്ലപ്പോഴേ കിട്ടുന്നുള്ളൂ. ദുൽഖർ ഞാനൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാണ് ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ പ്രായം കൂടിയൊരു മനുഷ്യൻ കൂടിയാണ്. സമയം തെറ്റിയാൽ ആഹാരം കഴിച്ചാൽ അസുഖം വരും എന്നൊക്കെ ആരെയും സംസാരിച്ച് കഴിഞ്ഞ് അപ്പോൾ ദുൽഖർ ഈ അരുൺ തന്നെ പറഞ്ഞു, ശരി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ വരാം, ഇന്നും ഇനി വേണ്ട, നാളെ ബാക്കി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോയി. ആ തിരിച്ചു പോയി അതിൻ്റെ ഇത് പറഞ്ഞുണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഈ വന്നവരെ മമ്മൂട്ടി അപമാനിച്ച് വിട്ടു എന്ന രീതിയിലുള്ള ട്രോളുകളാണ് ചെയ്യുന്നത്. നമുക്കൊരാൾ അപമാനിക്കാം, അതിൽ സത്യമുണ്ടെന്ന് ആലോചിക്കണം. സത്യമുണ്ടായാലും മാന്യന്മാർ നമ്മൾ അപമാനിക്കാറില്ല. അതിൻ്റേതായ രീതിയിൽ ചില കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം വിളിച്ചിട്ട് ഇവർ വന്നു. പിറ്റേ ദിവസം വന്ന് ബാക്കി ഇൻ്റർവ്യൂവിന് ശേഷമുള്ള കഥ പറഞ്ഞു. അപ്പോൾ ഈ വരുമ്പോൾ അരുണൊരു ഇതുണ്ടായിരുന്നു, ഈ കഥയുടെ ഓർമ്മയ്ക്ക് ഉണ്ടാവുമോ, അത് വെറുതെ നമ്മൾ ആക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഒരു സ്വാഭാവികം ചോദിക്കും. അപ്പോൾ വന്നപ്പോൾ ചോദിച്ചു, അല്ല നമ്മൾ ഇന്നലത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നും ഞാനെല്ലാം ഇല്ല. അപ്പോൾ അത് ദുൽഖർ തന്നെ കാര്യങ്ങൾ പറഞ്ഞു, ഇന്ന് തുടങ്ങി ഇവിടം വരെ നമ്മൾ സംസാരിച്ചിരുന്നത്, ഇനി ഇവിടെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഈ ഇൻ്റർവ്യൂവിലുള്ള കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഇൻ്റർവ്യൂവിന് ശേഷമുള്ള കാര്യങ്ങൾ പറയുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞ് അവസാനിപ്പിച്ചു. അയാൾ ശരിക്കും ദുൽഖർ ത്രില്ലടിച്ചത്. നമുക്ക് ചെയ്യാമല്ലോ, അത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് അരുണിന് വിശ്വാസം വന്നത്. ഇതൊരു സിനിമ മാത്രമല്ല, ഇതൊരു പരമ്പരയാണെന്ന്, മാത്രം ഇതിന് പണം മുടക്കാനെത്തുന്നത്. അങ്ങനെയാണ് ഈ സിനിമ തുടങ്ങിയത്. ഈ സിനിമ തുടങ്ങിയപ്പോൾ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഈ റോൾ അഭിനയിക്കാൻ വേറെയും ചില ആൾക്കാരൊക്കെ അന്വേഷിച്ചിട്ടുള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവസാനമാണ് ഇങ്ങനെ കല്യാണി പ്രിയദർശനിലേക്ക് ഈ റോള് എത്തിയത്. അപ്പോഴും ഇത്രയും ഹെവി ആയിട്ടുള്ള റോള് കല്യാണി പ്രിയദർശന് ചെയ്യാൻ പറ്റുമെന്നോ ഒരു ആശങ്കയുണ്ടായിരുന്നു. അത് കല്യാണി തന്നെ പിന്നെ പറഞ്ഞത് ദുൽഖർ വളരെ ആത്മവിശ്വാസം നൽകി എന്നുള്ളതാണ്. ദുൽഖറിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് കല്യാണി ഈ റോൾ അഭിനയിക്കാൻ കാരണം കല്യാണി പിന്നീട് പറയുകയുണ്ടായി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇതിന് കോസ്റ്റ് വന്നപ്പോൾ ഒരു 30 കോടി രൂപയോളം ചിലവ് വന്നിട്ടുള്ളൂ. വേറെ സൂപ്പർ സ്റ്റാറുകളും അങ്ങനെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ എത്ര കോടി വരുമെന്ന് ആലോചിക്കുക. ഇത് തിയേറ്ററിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ദുൽഖറും സംവിധായകനും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല തിയേറ്ററിൽ ഇങ്ങനെ ഓരോരു കോളിളക്കം. അതും സത്യനന്ദിക്കാടിൻ്റെയും മോഹൻലാലിൻ്റെയും പടം കളിക്കുന്ന അതേ തിയേറ്ററിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ജനം ഇരച്ച് കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താ, അതോടൊപ്പം ഒരു സംഭവം കിട്ടി, കല്യാണി പ്രിയദർശൻ എന്നുള്ള യുവ നായിക നടി സൂപ്പർ സ്റ്റാർ നായിക പദവിയിലേക്ക് എത്തി എന്നാണ് പ്രചരണം വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, നന്നായി ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ചാപ്റ്റർ 2 കാണാം.